നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്നറിയാവോ? ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്, ഈശോയുടെ പരിഹാര ബലിയിലൂടെ നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വിശ്വസിക്കണം. ഈശോ കൊടുത്ത വില നിന്റെ നീതീകരണത്തിന് വേണ്ടിയാണ്, നിന്നെ നീതീകരിക്കുന്നതിന് വേണ്ടി. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും നമ്മളെ ക്വാളിഫൈഡ് ആക്കുന്നത് യേശുവിൻ്റെ പരിഹാര ബലിയിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ പ്രവൃത്തിയിലാണ്. അത് വേറൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ മാറും. വേറൊരു കാറ്റഗറി. ഇപ്പം ഓരോ രാജ്യത്തിലുള്ള വ്യക്തികൾ, ഇപ്പം നമ്മൾ പറയും ഇപ്പം യൂറോപ്യൻ യൂണിയൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർ ഏത് ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വ്യക്തികളാണ് എന്ന്. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ആ പരിഹാര ബലിയിലൂടെ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പരിപൂർണമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ക്വാളിഫൈഡ് ആണ്. റോമാലേഖനം 3-ാം അധ്യായം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അബ്രാഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. അബ്രാഹം വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ടു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ പ്രവൃത്തിയിൽ, ഞാൻ ചെല്ലുന്ന പ്രാർത്ഥനയിൽ, എൻ്റെ ചില ജീവിതത്തിലെ പ്രവൃത്തിയിൽ ആശ്രയിച്ചാണ് ദൈവം നീതീകരിക്കുന്നത്. അതാണ് പഴയ നിയമം. പുതിയ നിയമം എന്നാൽ യേശുവിൻ്റെ പരിഹാര ബലിയിൽ ദൈവപുത്രൻ എനിക്കു വേണ്ടി മരിച്ചു. എന്നോടുള്ള ആ പിരിയാബന്ധം, ആ സ്നേഹം നിമിത്തം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരിഹാര ബലിയായി തീർന്ന് എനിക്ക് രക്ഷയും പാപമോചനവും നീതീകരണവും സൗജന്യമായി നൽകുന്നു. ഇതാണ് സുവിശേഷം. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പഠിപ്പിക്കുന്ന ക്രൂശിന്റെ വചനം, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഇത് ഭോഷത്വമായി. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ദൈവം ഫ്രീ ആയിട്ട് നീതീകരിക്കുന്നു. ഇത് ജൂതന്മാർക്ക് അന്ന് ഭോഷത്തരമല്ല. എന്നാൽ രക്ഷയിലൂടെ ഇത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം ഇത് വിശ്വസിക്കുന്ന സമയത്ത് ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയപ്പെടും. ആ ശക്തി നിങ്ങളെ വിശുദ്ധനാക്കും. ആ ശക്തി നിങ്ങളെ സൽപ്രവൃത്തി ചെയ്യുവാൻ എക്യുപ്പ് ചെയ്യും. നിങ്ങളെ ഇനാക്റ്റീവ് ആക്കുകയല്ല, കൂടുതൽ സൽപ്രവൃത്തി ചെയ്യുവാൻ നിന്നെ എക്യുപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. ഞാനല്ല, എന്നേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപയാണ് എന്നെ അധ്വാനിപ്പിച്ചത്. മറ്റെല്ലാവരെയും ഉപരി ഞാൻ അധ്വാനിച്ചു. മറ്റെല്ലാവരെയും ഉപരി നിനക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കും, ഒരു സന്മാർഗ്ഗ ജീവിതം നയിക്കുവാൻ സാധിക്കും, ഗുഡ് മോറൽ ക്വാളിറ്റിയിൽ ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നീ വിശ്വസിക്കേണ്ടതാണ്. എന്താണ് നീ വിശ്വസിക്കേണ്ടത്? യു ബീൻ റൈച്ചസ് ത്രൂ ദ പെർഫെക്റ്റ് സാക്രിഫൈസ് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ഇന്ന് വിശ്വസിച്ച്, ഇന്ന് പ്രഖ്യാപിച്ച്, ഞാൻ എൻ്റെ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഈ ഒരു തിരുരക്തം, കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെയാണ് നമ്മൾ, ആ തിരുരക്തത്തിൻ്റെ മറവിലാണ് നമുക്ക് പിതാവിൻ്റെ സമക്ഷം കയറുവാൻ പോലും പറ്റുന്നത്. ഹല്ലേലൂയ. വേറൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പം നിങ്ങൾ ഇരിക്കുന്ന വീട്, നിങ്ങൾ ഇന്നായിരിക്കുന്ന സ്ഥലം, രാജ്യം, ഏത് സ്ഥലവുമായിക്കോട്ടെ, യേശുക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി വേറൊരു കാറ്റഗറിയാണ്. സ്വർഗം മുഴുവൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര അന്ധകാരം നിറഞ്ഞ സ്ഥലത്താണെങ്കിലും അവിടെ നിങ്ങൾ വിശ്വസിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും ഈ സത്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ എന്നെ ദൈവം സ്നേഹിക്കുന്നു. ഐ ബീൻ ലവ്ഡ് ബൈ ജീസസ്. യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നുണ്ടല്ലോ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീടിനുള്ളിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനുള്ളിലേക്ക് നിങ്ങൾ നിറയപ്പെടും. അസമാധാനം വിട്ടുപോകും, അന്ധകാരശക്തി വിട്ടുപോകും. അത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം യു ആർ ഇൻ എ ഡിഫറെൻറ്റ് കാറ്റഗറി. ഹല്ലേലൂയ. നിന്റെ സ്വർഗം, നിന്റെ പിതാവിൻ്റെ ആർമീസ് മുഴുവൻ നിനക്ക് അനുകൂലമായിട്ട് നിന്റെ കൂടെ വന്ന് നിൽക്കുകയാണ്. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ആര് നിന്നെ കുറ്റം ചുമത്തും? യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ സമ്പൂർണ്ണമായി നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു റെവലേഷൻ്റെ ആഴത്തിലേക്ക് കടന്ന് നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ, സന്മാർഗത്തിൽ, എക്സലന്റ് മോറൽ ക്വാളിറ്റീസിൽ, എക്സലൻസിൽ, എല്ലാ കാര്യത്തിലും എക്സലൻ്റായിട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞ് കൃപ നിറഞ്ഞ ജീവിതം, മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനത്തോടെ അഭിഷേകത്തിൽ നിൽക്കുവാനുള്ള കൃപ നൽകി അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചു തരാൻ നന്ദി പറയുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ ഇന്ന് സഹനങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ഇതും കൂടെ കേൾക്കണം കേട്ടോ. പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്, അതിലോർത്ത് നിങ്ങളത് ബന്ധനമാണ്, കെട്ടാണ്, പിശാച്ചാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, യേശുവിൻ്റെ പരിഹാര ബലിയോടെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ജീവിതത്തിൽ ഇപ്പോൾ ചില സഹനങ്ങൾ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ നിങ്ങൾ പങ്കുചേരുകയാണ്. അത്യധികം ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും.
നിങ്ങൾ വീണ്ടും ഇത് മനസ്സിലാക്കണം. ഇന്ന് കടന്നു പോകുന്ന സഹനത്തിനപ്പുറം വലിയ മഹത്വം വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. സ്വർഗത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് കർത്താവ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയെ സ്വർഗമാക്കി ഇവിടെ സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിൽ സ്വർഗീയമായ മഹത്വം നിറയ്ക്കുന്നതിന് വേണ്ടി, സ്വർഗത്തെ ഭൂമിയിൽ പിടിച്ചിറക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു മിഷനായിട്ട് ഈ ഭൂമി നിർത്തിയേക്കുവാണ്. ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനത്തിനും നടുവിൽ വിളിച്ചു പറയണം, ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. യേശുവിന്റെ പരിഹാര ബലിയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് അധരം തുറന്നിട്ട് പലതവണയെന്ന് പറഞ്ഞ് സ്വർഗീയമായ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിൽ നിറയപ്പെടും. രോഗികളുടെ മേൽ കരം വെച്ച് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ യേശുവിന്റെ കരങ്ങളും കാലുകളുമാണ്. 1 കൊറിന്തോസ് 12:27 വിശ്വാസത്തിൽ നിങ്ങളങ്ങ് പ്രാർത്ഥിച്ച് ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യത്തെ കൊളോസസ് 1:27 അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ നീതീകരണമാണ്, നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാനും നിങ്ങളും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി നമ്മൾ പരസ്പരം ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ദാറ്റ് സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ഏത് സാഹചര്യവും മാറും, ഏത് കെട്ടുകളും അഴിയും. വലിയൊരു അഭിഷേകം, വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം ഇന്ന് നിറയപ്പെടട്ടെ. ആമേൻ.